നിങ്ങളുടെ പ്രണയം വളരെ സംഭവബഹുലമാണല്ലോ. പ്രിയനും പാറു ഒന്നിക്കുന്ന അന്നേ തോന്നിയത്. നിങ്ങൾ തമ്മിൽ നല്ല ചർച്ചയുണ്ട്. ആണല്ലേ? പക്ഷെ ഞാൻ വിചാരിച്ചത് കൈലാഷിന് പാറുവിന് ഇഷ്ടമാണെന്ന്. പ്രിയന് മുമ്പ് കൈലാഷ് പാറുവിനോട് ഇഷ്ടം പറയുന്ന ഞാൻ കരുതിയത്. അക്കുചേട്ടാ എന്തേ പറയുന്നേ? അയ്യോ, ഞാൻ ഒരു തമാശ പറഞ്ഞാണ് കേട്ടോ. നിന്റെ തമാശ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുക. മനസ്സിലായില്ല. അത് അമ്മയാ. ഹലോ, നിങ്ങളെല്ലാരും എവിടെയാ? ഞങ്ങളിവിടെ അടുത്ത് തന്നെ ഉണ്ടമ്മേ. എന്നാ വേഗം വാ, എനിക്ക് വിശക്കുന്നു. ഇതാ വരുന്നു. നിങ്ങൾ വാ, അമ്മയെ പരിചയപ്പെടാം. ആകാശ്. മാഡം, ചാരു, ഇതാണ് ജാനകി മാഡം, ഞാൻ പറഞ്ഞ ക്ലയന്റ്. നമസ്കാരം മാഡം. നമസ്കാരം. ഇന്ന് കുറച്ച് തിരക്കാ. മറ്റൊരു മീറ്റിംഗ് കൂടി അറ്റൻഡ് ചെയ്യാനുണ്ട്. വിരോധം ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ഒന്ന് ഇരുന്നാലോ? അതിനെന്താ ചാരു, നിങ്ങൾ അകത്തേക്ക് ഇരിക്കും. അപ്പോഴേക്കും ഞാൻ പ്രിയന്റെ അമ്മയെ കണ്ടിട്ട് വരാം. ശരി, വരും മാഡം. പ്രിയ, അമ്മേ, ഇത് ബാലമാഷിന്റെ മോനെ ആകാശ്. നമസ്കാരം അമ്മേ. ഇവന്റെ കല്യാണത്തിന് ഞാനൊന്ന് നാട്ടിൽ പോയത്. ഓ, മോന്റെ ഭാര്യ അകത്തുണ്ട്, ഒരു മീറ്റിംഗിലാ. ഇനി വൈകാതെ ഇവന്റെയും കല്യാണം നടത്തണം. നിങ്ങളുടെ കല്യാണത്തിന് ഇവൻ വന്ന് സഹായിച്ചതുപോലെ ഇവന്റെ കല്യാണത്തിന് നിങ്ങളും വരണം. ഉറപ്പായി. നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോടാ? ഞാൻ പറയുന്ന പെണ്ണിനെ ഇവൻ കല്യാണം കഴിക്കൂ. ഇവന്റെ ഇഷ്ടത്തിന് ആരെങ്കിലും കൊണ്ടുവരാൻ ഞാനൊന്നും സമ്മതിക്കില്ല. എന്താ അമ്മ ഇത്? ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? ആകാശിന്റെ കാര്യം നീ തന്നെ എന്നോട് പറഞ്ഞിട്ടില്ലേ? മോൻ പ്രേമിച്ചാണോ കല്യാണം കഴിച്ചത്? അച്ഛൻ കല്യാണം കഴിക്കാൻ പറഞ്ഞ പെണ്ണിനെയല്ലേ കല്യാണം കഴിച്ചത്, അതും സ്വന്തം മുറപ്പെണ്ണിനെ. എന്നിട്ട് ഇപ്പോഴെന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലല്ലേ? പറ മോനെ. അതെ. അതാ കാരണവന്മാര് പറയുന്നത് വെറുതെ അല്ലെന്ന് ഇപ്പോഴത്തെ പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവനേക്കാൾ നന്നായി ഇവന്റെ സ്വഭാവം എനിക്കറിയാം. അതുകൊണ്ട് ഇവന് പറ്റിയ ഭാര്യയെ തിരഞ്ഞെടുക്കാൻ എനിക്കേ പറ്റൂ. അത് എന്റെ അവകാശം കൂടിയാ. എന്നാലും കല്യാണക്കാരി ആയതുകൊണ്ട് പ്രിയന്റെ ഇഷ്ടം കൂടി നോക്കണ്ടേ? ഇവന്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ വിട്ടാലേ ഇവൻ ആ പാറുവിനെ പോലെ വല്ല പെണ്ണിനെ വിളിച്ചോണ്ട് വരും. മോനവളെ അറിയില്ല. എനിക്കറിയാം. പാറു ഞങ്ങളുടെ കല്യാണത്തിന് വന്നിരുന്നു. എന്തിന്? അവിടെ ഒരു സൈക്കിൾ മത്സരം നടത്തിയിരുന്നു. അതിന് കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ വന്നത് പാറുവായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കല്യാണവും കൂടിയിട്ടാ പാറു പോയത്. നല്ല കുട്ടിയാ, ഞങ്ങൾക്ക് ഒരുപാട് സഹായവും ചെയ്തു. എന്നെ ഗുണ്ടകൾ കൊല്ലാൻ വന്നപ്പോൾ എൻ്റെ ജീവൻ രക്ഷിച്ചതും പാറുവാണ്. എനിക്ക് വേണ്ടതേ ഒരു മരുമകളെയാണ്, അല്ലാതെ ഗുണ്ടകളെ തല്ലാൻ നടക്കുന്ന ചട്ടമ്പിയല്ല. എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ അവളെ കുറിച്ച് എങ്ങനെ സംസാരിക്കണം? മോൻ ഇത് കേൾക്കണം. ഒരു കുറ്റവും ചെയ്യാത്ത എന്റെ മോനെ ആ പെണ്ണ് കള്ളക്കേസ് കൊടുത്ത് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. പോലീസുകാരെ അവനെ തല്ലുന്നത് എനിക്ക് കണ്ടു നിൽക്കേണ്ടി വന്നു. ഒരമ്മയ്ക്കും ആ ഗതികേട് ഉണ്ടാവരുതെന്ന എന്റെ പ്രാർത്ഥന. അത് പാറുവിനൊരു തെറ്റിദ്ധാരണ സംഭവിച്ചല്ലേ? അവൾക്ക് തെറ്റിദ്ധാരണ സംഭവിച്ചതുകൊണ്ട് എന്റെ മോനൊരു പെണ്ണ് കേസിൽ പ്രതിയായനെ. അങ്ങനെ ഒരുത്തിയോട് ഇവന് ക്ഷമിക്കാൻ കഴിഞ്ഞെന്ന് വരും. എനിക്കതിന് സാധിക്കില്ല. ഇവൻ ഇപ്പോഴും അവളെ ഒരു നല്ല സുഹൃത്തായി കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിവനെ നാശത്തിലേക്ക് നയിക്കൂ, അതും എനിക്കറിയാം. അതുകൊണ്ട് അവളെ പോലെയുള്ള അസത്തുക്കളെ എന്റെ വീടിന്റെ പടി ചവിട്ടിക്കില്ല. പാറു അറിയാതെ ചെയ്തു പോയ തെറ്റിന് അമ്മയോട് എത്രയോ തവണ മാപ്പ് ചോദിച്ചിട്ടുണ്ട്.
അവൾക്കെതിരെ ഇത്രയും പക എന്തിനാ അമ്മ മനസ്സിൽ കൊണ്ട് നടക്കുന്നേ? അത് മനസ്സിലാകണമെങ്കിലേ നിനക്കൊരു കുഞ്ഞ് ജനിക്കണം. ആ കുഞ്ഞിനെ ആരെങ്കിലും ദ്രോഹിക്കുന്ന കാണുമ്പോ നീ എങ്ങനെ പ്രതികരിക്കുന്ന ആലോചിച്ച് നോക്ക്. അല്ലെങ്കിലും ആ പെണ്ണിന് വേണ്ടി നീ എന്തിനാ എന്നോട് തർക്കിക്കുന്നേ? അതിന് മാത്രം അവള് നിന്റെ ആരാ? 10 മാസം നിന്നെ ചുമന്നു പറ്റ എന്നെക്കാളും നിനക്ക് വലുത് അവളാണോ? മതി, എനിക്ക് തൃപ്തിയായി. പാറു വിഷമിക്കണ്ട. അമ്മ അന്ന് നടന്നേക്ക ഓർത്ത ദേഷ്യത്തില് അറിയാതെ പറഞ്ഞു പോയായിരിക്കും. അമ്മ പറഞ്ഞ ശരിയല്ലേ? ഞാൻ കാരണം പ്രിയൻചേട്ടന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരമ്മ എന്ന നിലയ്ക്ക് അമ്മയ്ക്ക് അതൊന്നും മറക്കാൻ സാധിക്കില്ല. നിനക്ക് അറിയാതെ പറ്റിപ്പോയൊരു തെറ്റാണ് അതെന്ന് അമ്മയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നീ എനിക്ക് കുറച്ച് സമയം താ. അമ്മയ്ക്ക് എന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അമ്മ നല്ല വിഷമത്തിലാ പോയത്. പ്രിയൻചേട്ടൻ ചെന്ന് അമ്മയെ സമാധാനിപ്പിക്കും. ഇപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് പോയാ ആ വഴക്ക് കൂടും. കുറച്ചേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. അപ്പൊ ചെയ്തു പോയ തെറ്റെന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവും. പ്രിയൻചേട്ടൻ അങ്ങനെയൊന്നും പറയരുത്. അമ്മയുടെ ഭാഗത്തുനിന്ന് ആലോചിച്ച് നോക്ക്. അമ്മയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് മനസ്സിലാവും. പ്രിയൻചേട്ടൻ പോയില്ലെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോവും. നിനക്ക് കേട്ടതൊന്നും പോരെങ്കിൽ വീണ്ടും ചെന്ന് വാങ്ങിച്ചോ. അമ്മയെ വേദനിപ്പിച്ചിട്ടല്ല വാശി കാണിക്കേണ്ടത്. ഞാൻ പോവാ. അമ്മ ഇനിയും അവളെക്കുറിച്ച് അവളോട് തന്നെ കുറ്റം പറയും. അവക്കത് മതിയായിട്ടില്ലേ? ഇത്രയും കരയിപ്പിച്ചിട്ടും അമ്മയെ ആശ്വസിപ്പിക്കാൻ അവൾ പോയത് കണ്ടോ? നീ നല്ലൊരു പങ്കാളിയെ തിരഞ്ഞെടുത്തു എന്നതിന്റെ തെളിവാ അത്. അമ്മേ, പ്രിയൻചേട്ടൻ അപ്പുള്ള ദേഷ്യത്തില് വെറുതെ പറഞ്ഞതാ. അമ്മ അതൊന്നും കാര്യാക്കണ്ട. അങ്ങനെ പറയാൻ എളുപ്പാ മോളെ. നീ ഒരു അമ്മയായാലേ ഞാൻ അനുഭവിക്കുന്ന വേദന നിനക്ക് മനസ്സിലാവും. എന്റെ ലോകം എന്റെ മക്കൾക്ക് ചുറ്റും മാത്രമാണുള്ളത്. ഊണിലും ഉറക്കത്തിലും അവർക്ക് നല്ലത് വരുത്തണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. ആ എന്റെ തീരുമാനങ്ങളെ എന്റെ മോൻ ചോദ്യം ചെയ്യുമ്പോ എനിക്ക് എന്തുമാത്രം വേദനിക്കും. ഇതെല്ലാം എവിടെ നിന്നോ വന്ന ഒരു പെണ്ണിന് വേണ്ടിയാണെന്ന് ആലോചിക്കുമ്പോഴാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഈ പാറുവിനെ എനിക്കറിയില്ല. പക്ഷെ പ്രിയൻചേട്ടൻ പറയുന്നത് അവൾക്ക് ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് ഒരുപാട് കുറ്റബോധം ഉണ്ടെന്നാ. അതുകൊണ്ട് അവള് ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ ക്ഷമിക്കണോ? മക്കളുടെ പ്രായമുള്ളവർ തെറ്റ് ചെയ്യുമ്പോ മൂത്തവരെ ക്ഷമിക്കണം എന്നല്ലേ? ആ കുട്ടിയുടെ വിവരക്കേട് കൊണ്ട് ചെയ്തു പോയതാണെന്ന് അമ്മയ്ക്ക് കരുതിക്കൂടെ? അവള് ദ്രോഹിച്ചത് എന്നെ ആയിരുന്നെങ്കിൽ ഞാൻ അവളോട് ക്ഷമിച്ചേനെ. പക്ഷെ അവളെ കുറിച്ച് ആലോചിക്കുമ്പോഴെല്ലാം എന്റെ മോൻ പോലീസ് സ്റ്റേഷനിൽ കിടന്ന